വെക്കണം. ഇടതുകാലത്താണ് വെക്കണം. നമുക്ക് ഏതായാലും വലതുകാലം വെക്കണമെന്നാണ് ഇടതുകാലം. ഒരു കാല് വെക്കണല്ലോ. ഇടതിനെ മുൻപിക്കലാണ് ബാത്റൂമിൽ പോകുമ്പോൾ അത് സുന്നത്താണ് എന്ന നിയമത്തോട് കൂടി നമ്മളാണ് ബാത്റൂമിലാണ് കടന്നാൽ ഇപ്പൊ ഇവിടെ ഉണർന്നത് ഇബാദത്തായി. ബാത്റൂമിലേക്ക് കടക്കുന്നത് ഇബാദത്താവുക. ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ വിവിധ മേഖലകളിലും റബ്ബ് ഇഷ്ടപ്പെടുന്ന ഒരു സുന്നത്തായ ചര്യയായ പഠിപ്പിച്ച ഇബാദത്താക്കി മാറ്റിയെടുക്കുന്നതിന്റെ ഭാഗമായി ഇടതുകാരെടുത്ത് വെച്ചുകൊണ്ട് ബാത്റൂം എന്ന് പറഞ്ഞാൽ പിശാചിന്റെ കേന്ദ്രമാണ്. അതുകൊണ്ട് ആ പിശാചിന്റെ ശ്രദ്ധകളെ കൊണ്ടിട്ട് റബ്ബേ ഞാൻ എന്നോട് കാവലിന് ചോദിക്കുന്നു എന്ന് ആ ദിക്ർ ഉരുവിട്ടുകൊണ്ട് നമുക്ക് ബാത്റൂമിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. ബാത്റൂമിൽ വെച്ച് നാം ആവശ്യപ്പെടുത്തിയിരിക്കുമ്പോൾ ശുദ്ധീകരിക്കുമ്പോൾ ബാത്റൂമിൽ വെച്ച് ചെല്ലാൻ കഴിയില്ല. അതുകൊണ്ടാണ് ബാത്റൂമിൽ വെച്ച് പലപ്പോഴും ഓടുക്കലേക്ക് നമ്മളൊക്കെ റൂമിൽ ഓടുത്തിട്ടാ നോക്കും പള്ളിയേക്ക്. എന്നാൽ പള്ളിയിൽ ഒരു പള്ളിയിലും നമ്മളെ യുഎഇയിലുള്ള ഒരു പള്ളിയിലും ബാത്റൂം വേറെയും ഉതൊടുക്കുന്ന സ്ഥലം വേറെയാണ്. ഉതൊടുക്കുന്ന സമയം നമ്മളൊക്കെ നാട്ടിലൊക്കെ വീടുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ പലപ്പോഴും അത് ശ്രദ്ധിക്കണം. വീടുണ്ടാക്കുന്നത് കാരണം ടോയ്ലറ്റിൽ നിന്നാണ് നമ്മളൊക്കെ ഉതൊടുക്കുന്നത്. ഇത് സാധാരണ ഗൾഫിലെ പ്രവാസികളാണ്. ഇപ്പോഴത്തെ നാട്ടിലെ ബാത്റൂമിന്റെ സിസ്റ്റം അനുസരിച്ച് നമ്മളെ വീട്ടിലെ ഉമ്മമാരും അവർ സ്ഥിരമായി വീട്ടിൽ നിന്ന് ബാത്റൂമിന് ഉതെടുത്ത് വരികയാണ്. ബാത്റൂമിന് ഉതെടുക്കുമ്പോൾ നമുക്കൊരു ദിക്റുകളും സ്വലാത്തുകളും ഒന്നും എഴുതാൻ പറ്റില്ല. ഉതെടുക്കുന്ന സമയത്ത് ചൊല്ലുന്ന ദുആ, ഉദുവിന് ശേഷം ചൊല്ലുന്ന ദുആ അതൊക്കെ ഇന്ന് അസ്തമിച്ചു പോയി. ആ പൂർവീകരൊക്കെ ഉതെടുത്തു കഴിഞ്ഞാൽ രണ്ട് കൈയും ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന ആ ശരീരത്തിൽ ആ വെള്ളം നിൽക്കുന്ന കാലത്തോളം അവരുടെ പാപമോചനത്തിൽ പലതിനും കാരണമാകുമെന്ന് ആ ദിക്റുകളെ കുറിച്ചൊക്കെ നമുക്ക് പഠിപ്പിച്ചതല്ലേ. പലപ്പോഴും അത് ശ്രദ്ധിക്കാറില്ല. ഞാൻ അത് പറയുന്നില്ല, ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെ ബാത്റൂമിലേക്ക് പ്രവേശിച്ചു. ബാത്റൂമിൽ വെച്ച് ശുദ്ധീകരിക്കുന്ന സമയത്ത് നമുക്ക് ചൊല്ലാൻ കഴിയും. നേരെ വെച്ചപ്പോൾ ഇങ്ങോട്ട് പുറത്തേക്കിറങ്ങിയിട്ട് റബ്ബിനെ സ്തുതിച്ചുകൊണ്ടാണ്, റബ്ബിനോട് മാപ്പ് ചോദിച്ചുകൊണ്ടാണ് ഞാൻ പുറത്തേക്കിറങ്ങുന്നത്. ഞാൻ പുറത്തേക്കിറപ്പോൾ വലതുകാലം കുത്തിക്കണം. ടോയ്ലറ്റിൽ പോയി ഒരു വിശ്വാസി വന്നത് ഇബാദത്താവുക. ഇടതുകാലത്ത് വെച്ച് ബാത്റൂമിൽ പ്രവേശിക്കുകയും വലതുകാലത്ത് വെച്ച് ബാത്റൂമിൽ നിന്ന് പുറത്തിടുകയും ചെയ്താൽ അവൻ ടോയ്ലറ്റ് പോയത് ഇബാദത്താക്കി മാറ്റിയെടുക്കാം. അവന്റെ ജീവിതത്തിന്റെ വിവിധ മേഖലകളും റബ്ബിന് സമർപ്പിക്കുന്ന ഒരു സമർപ്പണ രീതിയാണ് ഇത്. നോക്കൂ നിങ്ങൾ, അങ്ങനെ പ്രവർത്തനങ്ങളോട് പറയണം ഒരിക്കലും ഞാൻ ബാത്റൂമിൽ പോയി കുറെ മൂത്രിച്ചു കാട്ടിച്ചു തെറ്റ് ചെയ്ത് എനിക്ക് പുറത്തിറങ്ങുന്നല്ല. ഇതിന്റെ പിന്നിൽ വലിയ തത്വമുണ്ട് നാം മനസ്സിലാക്കാം. തുടർന്ന് പറയാണ് ഹുസ്നാനിലേക്ക് പുറത്തിറങ്ങണം. എല്ലാ സ്തുതിയും നിനക്കാകുന്നു. അല്ലത് നീ എങ്ങനത്തെ റബ്ബാണെന്നറിയും. അത് അന്നിൽ അതാ എന്നെ തൊട്ട് പ്രയാസം നീ നീക്കിയിട്ടുണ്ട്. എനിക്ക് നീ സുഖം നൽകിയിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, ടോയ്ലറ്റിലേക്ക് ഒരാൾക്ക് മൂത്രമൊഴിക്കാൻ കിട്ടിയാൽ, ഒരാൾക്ക് കാട്ടിക്കാൻ കിട്ടിയാൽ എന്തൊരു പ്രയാസമാണ്. ഈ ബസ് യാത്രയിലാണ്, അതൊക്കെ നമ്മൾ ഇത്തരം യാത്രകളിലാണ് അതിന്റെ ഗൗരവം മനസ്സിലാക്കുന്നത്. നമ്മൾ ആകെ വിഷമിക്കാൻ. എന്നാൽ കൺട്രോൾ ചെയ്യുന്നവർ റബ്ബാണ്. എന്റെ പ്രയാസത്തിന് എനിക്ക് എന്നെ നീക്കി. നോക്കൂ നിങ്ങൾ, ഒരാൾ ഒരു ദിവസം ഒന്നിലധികം തവണ കൂടുതൽ തവണ ടോയ്ലറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ ഡോക്ടറെ സമീപിക്കും. എന്താ ഡോക്ടറെ സമീപിക്കാനുള്ള കാരണം? ഈ കുട്ടിക്ക് വയറ്റിൽ നോക്കാണെന്ന് പറയുന്നത് ഡോക്ടറെ സമീപിക്കണം. വയറ്റിൽ നോക്കാന്ന് പറഞ്ഞാൽ ഡോക്ടറെ സമീപിക്കാണ്. എന്നാലോ തീരെ പോയിട്ടില്ലെങ്കിലും ഡോക്ടറെ സമീപിക്കും. അപ്പൊ പറയുന്നത് ശോധന കുറവാണ്. നോക്കികൾ, അപ്പൊ ഇത് റബ്ബാണ്. കൂടുതൽ പോകാതെയും തീരെ പോകാതെയും കൂടുതൽ പോകാതെയും കൺട്രോൾ ചെയ്യുന്ന ആ റബ്ബായ നിനക്ക് നന്ദി പറയാൻ എന്റെ മക്കൾ വാക്കുകളില്ല. ഞാൻ ഇന്നോട് മാപ്പ് ചോദിക്കുന്നു. ഒരിക്കലും പൊരുത്തപ്പെട്ടു തരണം. നിനക്ക് നന്ദി പറയാൻ എന്റെ കയ്യിൽ എന്റെ മക്കൾ വാക്കുകളില്ല. ഇതാണ് ഈ മാപ്പപേക്ഷ. നോക്കുക, പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഞാൻ ഇതൊക്കെ ചെയ്തിട്ട് നോക്കൂ നിങ്ങൾ, നമ്മളേതായാലും ഡ്യൂട്ടിക്ക് പോകേണ്ടവരാണ്. കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കേണ്ടവരാണ്. ഒന്നമാരോട് ഞാൻ ഉണർത്തുന്നത്. ഡ്യൂട്ടിക്ക് പോകുമ്പോ ഏറെയാളും ആദ്യം ഷെട്ടിടണല്ലോ. നോക്കൂ നിങ്ങൾ, ഇസ്ലാമിന് ഷെട്ടിട്ടത് വിവാദത്താക്കി മാറ്റിയെടുക്കാം. ഇസ്ലാമിന് ഷെട്ടിട്ടത് ഒരു ചര്യയാക്കി മാറ്റിയെടുക്കാം. ഇസ്ലാമിന് ഷെട്ടിട്ടത് ഒരു സുന്നത്താക്കി മാറ്റിയെടുക്കാം. എങ്ങനെ? വലത്തേത് മുന്തിക്കൽ സുന്നത്താണെന്ന നീയത്തോട് കൂടി ആദ്യം വലതുകാര്യം ധരിക്കുക. ഷെട്ടിയും പാന്റും ഷർട്ടും ഷൂസും സോക്സും
ഒക്കെ ധരിക്കുമ്പോൾ ആദ്യം വലതും അയക്കുമ്പോൾ ഇടതുമായാൽ ഇതൊക്കെ കൂലി കിട്ടിയാൽ ഇന്നലെ രാത്രി വരെയാണ് പറഞ്ഞാൽ എത്ര സുന്നത്തുകളാ ഒരു ദിവസം നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ നമ്മൾ ഒരു കട്ടൻ ചായ കുടിക്കാണ് ഇരുന്നു കൊണ്ട് വലുത് കൈകൊണ്ട് ബിസ്മി ചൊല്ലിക്കൊണ്ട് 3 സുന്നത്ത്, പ്രധാനപ്പെട്ട ഒരു സുന്നത്ത് ഒരു കട്ടൻ ചായ കുടിക്കുമ്പോൾ കിട്ടുക, ഒരു വെള്ളം കുടിക്കുമ്പോൾ കിട്ടുക.